നിഫ്റ്റിൽ ഫാഷൻ ഡിസൈൻ കഴിഞ്ഞാൽ കൂടുതലും ആളുകൾ ചൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ഡിസൈനാണ്. എന്തായിരിക്കും കാരണം? കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ എന്ന് പറയുമ്പോൾ വേൾഡ് വൈഡ് കംപ്ലീറ്റ് ഹ്യൂജ് ഡിമാൻഡുള്ള ഒരു കോഴ്സാണിത് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിൽ 5 പേരുടെ ജോലി ഒരാളെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ഡിസൈനർ പറയുന്നത്. സപ്പോസ് ഒരാൾ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ കഴിഞ്ഞിട്ട് ടൊയോട്ട കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ടൊയോട്ട കമ്പനീൻ്റെ ബ്രോഷർ ഡിസൈൻ ചെയ്യണം, അവരുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി, അവരുടെ വീഡിയോ ഫോട്ടോഗ്രാഫി, അവരുടെ ലോഗോ ചേഞ്ച് ചെയ്യണമെങ്കിൽ, അവരുടെ കളർ തീം ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ ഡിസൈനർമാരാണ് ചെയ്യേണ്ടത്. പിന്നെ കൂടാതെ ഒരു ഓട്ടോമൊബൈൽ എക്സിബിഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ടൊയോട്ടൻ്റെ പവലിയൻ ഡിസൈൻ ചെയ്യണം, ടൊയോട്ടൻ്റെ ഷോറൂം എങ്ങനെ ഡിസൈൻ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് കാർ എങ്ങനെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്യണം, ഇതിന് വിഷ്വൽ മർച്ചൻഡൈസിങ് എന്ന് പറയുന്നത്. ഇത്തരം കോഴ്സുകളൊക്കെ ഒന്നിച്ചുള്ള ഒരു പാക്കേജാണ് ശരിക്കും പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ.